വചനം 5. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ, ലാ തഖുസുസ്, നീ കഥനം ചെയ്യരുത് അഥവാ വിവരിക്കരുത്, റുയാക, നിന്റെ സ്വപ്നത്തെ, അല ഇഖ്വതിക, നിന്റെ സഹോദരന്മാർക്ക്, ഫയകീദു, അപ്പോൾ അവർ തന്ത്രം പ്രയോഗിക്കും, ലക, നിന്നോട്, കൈദൻ, വല്ല തന്ത്രവും, ഇന്ന ശൈത്വാന, നിശ്ചയമായും പിശാച്, ലിൽ ഇൻസാനി, മനുഷ്യന്, അദുവ്വുൻ, ശത്രുവാകുന്നു, മുബീനുൻ, സ്പഷ്ടമായ അല്ലെങ്കിൽ പ്രത്യക്ഷമായ. قال يا بني لا تقصص رؤياك على إخوتك فيكيدوا لك كيدا إن الشيطان للإنسان عدو مبين. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞുമകനെ, നിന്റെ സ്വപ്നം നിന്റെ സഹോദരന്മാർക്ക് നീ വിവരിച്ചു കൊടുക്കരുത്. എന്നാൽ വല്ല തന്ത്രവും അവർ നിന്നോട് പ്രയോഗിച്ചേക്കും. നിശ്ചയമായും പിശാച് മനുഷ്യന് ഒരു പ്രത്യക്ഷ ശത്രുവാകുന്നു. വചനം 6. വകദാലിക, അപ്രകാരം, യജ്തബീക, നിന്നെ തിരഞ്ഞെടുക്കും, റബ്ബുക, നിന്റെ റബ്ബ്, വയുഅല്ലിമുക, നിനക്ക് അവൻ പഠിപ്പിക്കുകയും ചെയ്യും, മിൻ തഅ്വീലി, വ്യാഖ്യാനത്തിൽ നിന്നും, അൽ അഹാദീസി, വർത്തമാനങ്ങളുടെ അഥവാ സ്വപ്നവാർത്തകളുടെ, വയുത്തിമ്മു, അവൻ പൂർത്തിയാക്കുകയും ചെയ്യും, നിഅമതഹു, അവന്റെ അനുഗ്രഹത്തെ, അലൈക, നിന്റെ മേൽ, വഅല ആലി, കുടുംബത്തിൻ്റെ മേലും, യഅഖൂബ, യഅഖൂബിൻ്റെ, കമാ അതമ്മഹ, അതിനെ അവൻ പൂർത്തിയാക്കിയതുപോലെ, അല അബവൈക, നിന്റെ രണ്ടു പിതാക്കളുടെ മേൽ, മിൻ ഖബുലു, മുമ്പ്, ഇബ്രാഹീമ, ഇബ്രാഹീമിൻ്റെ, വ ഇസ്ഹാഖ, ഇസ്ഹാഖിൻ്റെയും, ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, അലീമുൻ, സർവജ്ഞനാണ്, ഹക്കീമുൻ, അഗാധജ്ഞനാണ്. وكذلك يجتبيك ربك ويعلمك من تأويل الأحاديث ويتم نعمته عليك وعلى آل يعقوب كما أتمها على أبويك من قبل إبراهيم وإسحاق إن ربك عليم حكيم. അപ്രകാരം നിന്റെ റബ്ബ് നിന്നെ തിരഞ്ഞെടുക്കുന്നതാണ്. നിനക്ക് അവൻ വർത്തമാനങ്ങളുടെ വ്യാഖ്യാനത്തിൽ നിന്നും പഠിപ്പിച്ചു തരുകയും ചെയ്യും. നിന്റെ മേലും യാക്കൂബ് കുടുംബത്തിന്റെ മേലും അവന്റെ അനുഗ്രഹം അവൻ പൂർത്തിയാക്കുകയും ചെയ്യും. മുമ്പ് നിന്റെ രണ്ടു പിതാക്കൾ ഇബ്രാഹിമിന്റെയും ഇസ്ഹാക്കിന്റെയും മേൽ അതിനെ അവൻ പൂർത്തിയാക്കിയതുപോലെ. നിശ്ചയമായും നിന്റെ റബ്ബ് സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു. ഈ സ്വപ്നവിവരം സഹോദരന്മാർ അറിയുന്ന പക്ഷം അവർക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് അസൂയ തോന്നിയേക്കുമെന്നും അങ്ങനെ അദ്ദേഹത്തിനെതിരായി വല്ല കുതന്ത്രങ്ങളും പ്രവർത്തിച്ചു അദ്ദേഹത്തെ എന്തെങ്കിലും കെണിയിൽ അകപ്പെടുത്തിയേക്കുമെന്നും യാക്കൂബ് നബി അലൈഹിസ്സലാം ഭയപ്പെട്ടു. കിട്ടുന്ന അവസരമെല്ലാം അതിസമർത്ഥമായി ഉപയോഗപ്പെടുത്തിയും സന്ദർഭത്തിനൊത്ത ദുഷ്പ്രേരണകൾ നൽകിയും മനുഷ്യനെ വഞ്ചിക്കുക പിശാചിന്റെ പണിയാണല്ലോ. അതുകൊണ്ട് ഈ വിവരം സഹോദരന്മാരെ അറിയിക്കരുതെന്ന് അദ്ദേഹം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വിലക്കി. സ്വപ്നത്തിന്റെ ഒരു സാമാന്യ വ്യാഖ്യാനം അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. സ്വപ്നത്തിൽ സൂചനയുള്ളതുപോലെ നിന്റെ റബ്ബ് നിനക്ക് ഉയർന്ന പദവികൾ നൽകി നിന്നെ ഉത്കൃഷ്ടനാക്കും. സ്വപ്നവാർത്തകളുടെയും മറ്റും വ്യാഖ്യാന വിജ്ഞാനങ്ങൾ നൽകി നിന്നെ അവൻ അനുഗ്രഹിക്കും. നിന്റെ പിതാമഹന്മാരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം എന്നിവർക്ക് പ്രവാചകത്വം തുടങ്ങിയ അനുഗ്രഹങ്ങൾ നൽകിയതുപോലെ നിനക്കും അവൻ ഉന്നത പദവികൾ തന്നനുഗ്രഹിച്ചേക്കും. അങ്ങനെ നിനക്കു പ്രത്യേകിച്ചും നിന്റെ പിതൃകുടുംബത്തിന് പൊതുവായും അത് വമ്പിച്ച അനുഗ്രഹമായി തീർന്നേക്കും എന്നൊക്കെ യാക്കൂബ് നബി അലൈഹിസ്സലാം പുത്രനെ മനസ്സിലാക്കി. ആ വന്യപിതാവിൻ്റെ പ്രവചനങ്ങളെല്ലാം തന്നെ യഥാർത്ഥമായി പിന്നീട് പുലർന്നിട്ടുണ്ടെന്ന് താഴെ വചനങ്ങളിൽ നിന്ന് സ്പഷ്ടമാകുന്നതാണ്. 100-ാം വചനത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം അത് വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നതും കാണാം.
യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്നും അദ്ദേഹത്തിൻ്റെ 12 മക്കളുടെ സന്താന പരമ്പരകൾക്കാണ് ബനു ഇസ്രായേൽ അഥവാ ഇസ്രായേൽ സന്തതികൾ എന്ന് പറയുന്നതെന്നും മുമ്പ് നാം പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 12 മക്കളിൽ അവസാനത്തെ 2 മക്കളായിരുന്നു യൂസുഫും ബിന്യാമീനും. ഇവർ രണ്ടാളും ഒരു മാതാവിൽ നിന്നുള്ളവരായിരുന്നുവെന്നും ഇവർ രണ്ടാളോടും പ്രത്യേകിച്ചും യൂസുഫിനോട് പിതാവിന് കൂടുതൽ വാത്സല്യമുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് മൂത്ത പുത്രന്മാർക്ക് അവരുടെ നേരെ അനിഷ്ടം തോന്നിയിരുന്നുവെന്നും ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു കാണുന്നു. ബൈബിളിലും അപ്രകാരം കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു. നല്ല സ്വപ്നം അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണ്, ദുസ്വപ്നം പിശാചിൽ നിന്നുമാകുന്നു. നിങ്ങളിൽ ആരെങ്കിലും താൻ ഇഷ്ടപ്പെടുന്ന സ്വപ്നം കണ്ടാൽ അവൻ ഇഷ്ടപ്പെടുന്ന ആളോടല്ലാതെ അതിനെക്കുറിച്ച് സംസാരിക്കരുത്. ഒരാൾ തനിക്ക് അനിഷ്ടകരമായ സ്വപ്നം കണ്ടാൽ അതിൻ്റെ ദോഷത്തിൽ നിന്നും പിശാചിൻ്റെ ദോഷത്തിൽ നിന്നും അവൻ അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊള്ളട്ടെ. 3 പ്രാവശ്യം അവൻ തുപ്പുകയും ചെയ്തു കൊള്ളട്ടെ. അതിനെപ്പറ്റി ആരോടും പറയുകയും ചെയ്യരുത്, എന്നാൽ അതവന് ഉപദ്രവം വരുത്തുകയില്ല. ബുഖാരി, മുസ്ലിം. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിലെ വാചകം ഇങ്ങനെയാണ്: നിങ്ങളിലൊരാൾ അവനു അനിഷ്ടകരമായ സ്വപ്നം കണ്ടാൽ അവൻ തൻ്റെ ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പുകയും 3 പ്രാവശ്യം പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുകയും അവൻ കിടന്നിരുന്ന ഭാഗം മാറി തിരിഞ്ഞു കിടക്കുകയും ചെയ്തു കൊള്ളട്ടെ. മുസ്ലിം. പിശാചിനെക്കുറിച്ചുള്ള വെറുപ്പ് പ്രകടിപ്പിക്കുകയാണ് തുപ്പൽ കൊണ്ടുദ്ദേശം, അഥവാ ഉമിനീർ തുപ്പിക്കളയുക എന്നല്ല.